ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ വ്ളോഗ് ഒരു കല്യാണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ പോവാം കേട്ടോ. അപ്പോൾ അത് നിയാമോൻ ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. നിസ്സ റെഡി ആയി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകാൻ കേട്ടോ. നമുക്ക് അടുത്ത വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ അതാ നിസാമോളും റെഡിയായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ തണ്ടേക്കാട് ഈ ഹോളിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കല്യാണം. അപ്പോൾ അതാ ഞാനും ജ്യേഷ്ഠനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞാനും നിസാമോളും നീയായും അവർ രണ്ടുപേരും അങ്ങനെയായിട്ട് പോയത്. അവിടെ ചെന്നു. ഇതാ പുതിയെണ്ണ് സ്റ്റേജിലേക്ക് കയറണുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വൈകിയെന്ന് വിചാരിച്ചിട്ടോ പോയത്. ഇവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ 12 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതാ ഡാൻസും ഇപ്പോൾ എങ്ങനെയൊക്കെയാണല്ലോ പുതിയണ്ണൊക്കെ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കളിച്ചിട്ടാണ് സ്റ്റേജിലേക്കൊക്കെ കയറണേ കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ ഫുഡ് പിന്നെ നമുക്ക് തണ്ടേക്കാട് ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ അറിയണതും പരിചയക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇക്കായ കേട്ടോ, രണ്ടാമത്തെ ഇക്കായും ഇത്തായും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറേ പേരായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ഇതാ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതാ നമ്മളിനി പോരാണ്. വീണ്ടും നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കും വേറെ 2-3 പേരെ കാണാനും കൂടി ഉണ്ടായിട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പോരാണ്. ഇതാ കാറിൻ്റെ പേര് നോക്കി, പുതിയ ആപ്പിളാന്നാട്ടോ കാറിൻ്റെ പേര് കൊടുത്തേക്കുന്നത്, നമ്പർ പ്ലേറ്റിന് പകരം. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ എനിക്ക്. അതൊക്കെ കണ്ട് നമ്മളുടെ നിസാമോൾ +2 പഠിച്ച സ്കൂളാട്ടോ അത്. അത് കഴിഞ്ഞ് പോന വഴി ഷിമാമിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി അവിടെ ഇച്ചിരി നേരം ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ പറയണ്ടല്ലോ, ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമാണ്. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് നല്ലോണം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് പോവാൻ കേട്ടോ.